ആ കമല. ആ ആശാനെ. എടാ ഞാനേ അവിടെ വന്നിട്ട് വിളിച്ചാ മതിയോ? എന്താ ആശാനെ തിരക്കില്ല? ആ എടാ കുറച്ച് ഞാനേ ആ മേൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താ. ഇവിടെ ഒരു പാർട്ടിക്ക് ഇത്തിരി കാശ് വേണം. അപ്പൊ ഈടായിട്ട് ഇവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നോക്കാൻ വേണ്ടി വന്നതാ. ആ ശരി ആശാനെ, അപ്പൊ തിരക്ക് വേണ്ടി വിളിക്കും. ആ ഞാൻ വിളിക്കാം. ആ പറ സർ, ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. മേൽപ്പാലം എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ ലോക്ക് ചെയ്തിരിക്കും. നിങ്ങള് പോലീസുകാരാന്നുള്ള കാര്യം നിങ്ങളെ ഇടി അവന്റെ നെഞ്ചും കൂടെ തകർക്കുമ്പോഴേ അവൻ അറിയാൻ പാടുള്ളൂ. ആ സാർ. ഭാര്യ കളക്ടറാന്നുള്ള അവന്റെ അഹങ്കാരം ഉണ്ടല്ലോ, ഇന്നത്തോടെ അവന് തീർത്തേക്കണം. അവനെ ഈ അടിയിൽ എവിടെങ്കിലും നടു തളർത്തി കടത്തിയാൽ കുറച്ച് കാശ് ഞാൻ നിന്റെയൊക്കെ കൈവെള്ളലുണ്ടെന്ന് വെച്ചുതരും. ഒറ്റയ്ക്ക് എനിക്ക് അറിയാമായിട്ടല്ല. ആള് കൂടിയാലേ പാമ്പ് ചാവില്ലെന്നാ പറയുന്നത്. പക്ഷേ ചില വിഷം കൂടിയ പാമ്പിനെ കൊല്ലാൻ ആളല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അവന്റെ പത്തി അടിച്ച് താഴെ ഇടുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ശരി സാർ. വെച്ചോ. ഇന്നവൻ പടമായിട്ട് ഭിത്തിയിൽ കയറും. എന്താണോ ചന്ദ്രബോസ് സാർ പറയുന്നേ? അവന്റെ പത്തി അടിച്ച് തകർത്തിടാൻ അപ്പോഴേക്കും എത്താന്ന്. എന്നാ പിന്നെ ഇനിയൊന്നും നോക്കണ്ട, പുറകെ വിടുകയല്ലേ. ഇതേ നിക്കണം മസിലും പിടിച്ചിട്ട്. ഹാ എന്റെ ഊഹം ശരിയാണല്ലോ. ദേ ആ പുള്ളി നമ്മളെ നോക്കിക്കുന്നതല്ലേ? ഹായ്, പുള്ളിയും പോലീസുകാരനാ? ഔ ഔ കഷ്ടം. പോലീസുകാരൊക്കെ ഒരു ഗതികേടേ. ഇവിടെ അടികൂടാൻ പറ്റിയ സ്ഥല. ഇങ്ങ് വാ. ഇവിടെ നല്ല സ്ഥലമുണ്ട്. പിന്നെ അപ്പുറത്തെ റബ്ബറും കാടാ. അപ്പൊ പിന്നെ വീണ വലിയ പരിക്കൊന്നും പറ്റില്ല. വാ. അല്ല 3 പേരും പോലീസുകാരാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പോലീസുകാരെ തല്ലിയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. അല്ല ഇനിയിപ്പോ ഈ കൊട്ടേഷൻ എവിടുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സാധാരണ ഈ ACP റാങ്ക് മുതൽ മുകളിലേക്ക് തല്ലിയിട്ടാണ് എനിക്ക് ശീലം. അല്ല ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ഞാൻ നോക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ തല്ല് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അല്പം റോങ് ആവും. എന്നാ പിന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ 3-4 ആഴ്ചയായിട്ട് വർക്കത്തുള്ള ഒരുത്തരെ തണ്ടിക്ക് തരമായിട്ട് കിട്ടിയിട്ടില്ല. അല്ല അതിന്റെ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാ. അല്ല ഇനിയിപ്പോ പതുക്കെ ആക്കണോ? ആക്കാം. നിങ്ങൾ പറയുന്ന രീതിയിലാ നിങ്ങൾക്ക് ഇടി. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു വലിയ തുകയായിട്ടൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ അതൊരു വലിയ തുകയായിട്ട് തോന്നുകയില്ല. ഭർത്താവ് ജയിലിൽ പോയി കിടക്കാൻ ഏതൊരു ഭാര്യ ആഗ്രഹിക്കില്ലല്ലോ, അല്ലേ? ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. അതെ, എനിക്ക് ഒറ്റ മോളാ. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു ജീവിതം എന്റെ മോക്കൊത്തു വന്നിരിക്കുക. അപ്പൊ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അല്ലെങ്കിൽ പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞ് ഞാൻ ഈ മീശ വെച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു വേണ്ടിയാ ഈ 10 ലക്ഷം ചോദിക്കുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കി എന്നുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ തുക തരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? പറ, എന്ത് ചെയ്യുന്നു? വേറൊന്നും ചെയ്യില്ല.
നടന്ന സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഇവളോടോ അതോ പോലീസിന്റെ അടുത്തോ? ഇവളുടെ അടുത്താണ് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പോലീസിന്റെ അടുത്താണെങ്കിൽ എന്നെ കൊടുക്കാൻ നോക്കിയാ നീയും കൊടുക്കും. ഞാൻ കുടുങ്ങാൻ തയ്യാറായിട്ടാണല്ലോ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. എനിക്കെന്റെ മോളുടെ കല്യാണം മാത്രമേ ലക്ഷ്യമുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഞാൻ. താഴെ ഭൂമിയും മോളിൽ ആകാശവും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്നറിഞ്ഞ കളക്ടർ മോളുടെ പദവി, അന്തസ് എല്ലാം എല്ലാം നീ കാരണം വെള്ളത്തിലാവും. മോക്ക് തല ഉയർത്തി പുറത്തു നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കുടുംബശ്രീ ശാരദ പിന്നെ അറിയപ്പെടുന്നതേ കൊലയാളി സ്ത്രീ ശാരദ എന്ന പേരിലായിരുന്നു. അപ്പൊ ഭീഷണിയാണല്ലേ? ഇതെന്റെ ആവശ്യമാണ്. അതിനെങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊരു എതിർപ്പുമില്ല. പകരം എന്റെ കൈവെള്ളയിലേക്ക് ഞാൻ പറഞ്ഞ കാശിങ് വെച്ച് തന്നാ മാത്രം മതി. ഇല്ലെങ്കിൽ ഞാൻ ആ നസീറിന്റെ വാപ്പ അബൂബക്കറിന്റെ അടുത്തേക്ക് അങ്ങ് പോവും. അങ്ങനെ പോയാലേ അയാള് 10-ന് 20 തരും. കാരണം അയാൾക്ക് കിട്ടുന്ന ലോട്ടറി ആയിരിക്കും ഞാൻ. ഏത്